This is day 31 of not cutting my hair until Kerala Blasters loses 5 games in a row. ഓൾറെഡി 2 മാച്ച് കഴിഞ്ഞിട്ടുണ്ട്, 2 മാച്ചിലും തോറ്റു. വെരി ഹാപ്പി. ഇങ്ങനെ പോയ ഈ ചലഞ്ച് വളരെ ഈസി ആയിട്ട് തന്നെ കഴിയുമെന്നാണ് തോന്നുന്നത്. അടുത്ത മാച്ചിൽ കാണാം. മോഹൻ കുമാറിനെതിരെയുള്ള മാച്ചിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദിസ് മാച്ച് വാസ് ബെറ്റർ. ഓക്കെ, ഷോട്ട് ഓൺ ടാർഗറ്റ്സ് ഉണ്ട്, 5 പാസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കോർണർ കിട്ടി, ഓൾമോസ്റ്റ് ഒരു പെനാൾട്ടി വരെ കിട്ടി, കീപ്പർ അവിടെ പെനാൾട്ടി സേവ് ചെയ്തു. ഗൈസ്, കുറെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഹോൾ പിക്ചർ നോക്കുമ്പോൾ, മുഴുവനായിട്ട് ഈ ഒരു കളി നോക്കുമ്പോൾ സാറ്റിസ്ഫിക്കേഷൻ തരണ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ കളി കണ്ടിട്ട് ഇങ്ങനെ പോയ ഇവർ അടുത്ത കളിയിൽ എന്തെങ്കിലും നല്ലത് ചെയ്യുമെന്ന് പറയാൻ പറ്റണ ഒന്നുമില്ല. എക്സ്പെഷ്യലി നമ്മളെ മിഡ്ഫീൽഡൊക്കെ എവിടെ ലൈക്ക് പ്ലേയേഴ്സ് ഇപ്പോഴും കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലൂ ഇല്ല. ഇന്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ ഇന്റെ ടീംമേറ്റ് എന്ത് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ട് വേണം അടുത്ത അറ്റാക്ക് പോവാനെന്നോ അങ്ങനെ ഐഡിയാസ് ഒന്നുമില്ല. ഒരു ഫ്ലോയിൽ ഇങ്ങനെ കളിക്കുക. കുറെ കോച്ചിനെയും പ്ലേയേഴ്സിനെയും കുറ്റം പറയാനും കളിനെ ന്യായീകരിക്കാനും വിശദീകരിക്കാനും എനിക്ക് താല്പര്യമില്ല. പക്ഷേ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് വൺ, കെവിൻ യോക്ക് കഴിഞ്ഞ മാച്ചിൽ കുറച്ച് നന്നായി കളിച്ചു എന്ന് പറഞ്ഞ് 500 റീൽസാണ് ഞാൻ കണ്ടത് കേട്ടോ. ഈ മാച്ചിൽ കണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഹീ ഈസ് എ 1 ഡയമെൻഷണൽ പ്ലെയർ. ആ ഒരു സെയിം സംഭവമേ ചെയ്യുന്നുള്ളൂ. ലെഫ്റ്റ് വിങ്ങിൽ ഇങ്ങനെ പോവുക, ഒന്ന് ബാക്ക് വരിക, പിന്നെയും പോവാൻ നോക്കുക, ഇടയ്ക്കൊന്ന് കട്ടിൻ സൈഡും ചെയ്യാം. പക്ഷേ ഒപ്പണൻസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹീ ഈസ് ഔട്ട് ഓഫ് ദി ഗെയിം. പിന്നെ ഉള്ളത് മർലോൺ. ആളുടെ കയ്യിൽ കുറച്ച് ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ക്വാളിറ്റി, നമ്മൾ ഈ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ആളുടെ ആ ഒരു ഫുൾ ഫോമൊക്കെ എത്തുമ്പോഴത്തേന് ഈ ഒരു സീസൺ കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ റെലഗേറ്റ് ആവും. എന്തെങ്കിലുമൊക്കെ ക്ലച്ചായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്ത് തുടങ്ങണം. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. മുംബൈയിൽ പെരൈര ഡിയാഷ്, 35 വയസ്സായിട്ടോ ഇയാൾക്ക്, എന്നിട്ട് എന്ത് ജാതി കളിയെ കളിക്കണ്ടേ. സംഭവം ഒരു പ്ലെയർ പെനാൾട്ടി ഒക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ ആളുടെ കോൺഫിഡൻസും എല്ലാം മൊത്തത്തിൽ താഴേണ്ടതല്ലേ. പക്ഷെ ഇയാൾ അതിനുശേഷം കളിച്ചൊരു കളിയുണ്ട്. വാവ്. ഓൾസോ നമ്മുടെ കീപ്പർ അർഷ്, പലതവണയായിട്ട് നമ്മളെ ഗെയിമിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദാറ്റ് പെനാൽറ്റി സേവ്. പിന്നെ കൗരു സിംഗ്, അറ്റാക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആളാണ്. ചെയ്യണത് പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് ആളാണ്. അടുത്തത് നോർത്ത് ലണ്ടൻ ഡെർബി. ആഴ്സണൽ തോൽക്കുന്നതോ അല്ലെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതും കാത്തിരിക്കുകയാണ് ആഴ്സണൽ ഫാൻസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും. ഹെയ്റ്റ് വാച്ചിങ് കുറച്ച് കൂടുതലുള്ള ഒരു മാച്ച് ആയിരുന്നു. പക്ഷേ ടോട്ടനത്തിനെ കൊണ്ടൊന്നും കൂടൂല. 4-1 ആഴ്സണൽ ജയിച്ചത്. എസെ ആൻഡ് യോക്രസ് അവര് ബ്രേസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടനത്തിന്റെ ഒരേ ഒരു ഗോൾ ഫ്രം റാൻഡൽ കൊലോമുവാനി. ആഴ്സണൽ കഴിഞ്ഞ കുറെ മാച്ചസിലായിട്ട് പോയിന്റ്സ് കുറെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെ സിറ്റി തൊട്ടടുത്തുണ്ട്. ഓക്കെ, 2 പോയിന്റിന്റെ ഡിഫറൻസ് ആണ് സിറ്റി അവരുടെ റിമൈനിങ് മാച്ച് ജയിച്ച അവർ തമ്മിൽ ഉണ്ടാവുക. പതിവ് പോലെ തന്നെ ആഴ്സണൽ ബോട്ടിലെയാണ് എന്ന് പറഞ്ഞവർക്കുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വിന്നൊക്കെ ആണ് ഇത്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ ആഴ്സണൽ ഫാൻസിനായാലും കോച്ചിനായാലും കുറച്ച് സമാധാനം കൂടെ കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ സമാധാനിക്കാനൊന്നും ആയിട്ടില്ല. നെക്സ്റ്റ് മാച്ച് ഡേയിൽ ചെൽസിക്കെതിരെ ഇവർ കളിക്കണം. കമ്പാരിറ്റീവ്ലി സിറ്റിയുടെയും ആഴ്സണലിന്റെയും ഫിക്സ്ചേഴ്സ് നോക്കുമ്പോൾ സിറ്റിക്കാണ് ഇച്ചിരി ഒരു മുൻതൂക്കമുള്ളത് കേട്ടോ, കുറച്ചുകൂടെ ഈസിയർ ഫിക്സ്ചേഴ്സ്. പക്ഷേ ആ ഒരു സിറ്റി വേഴ്സസ് ആഴ്സണൽ മാച്ച് കൂടെ വരാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാം ഇത്തവണത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആരാവുന്നുള്ള കാര്യം. ലാ ലീഗയിലെ FC ബാർസലോണ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈസി ആയിട്ട് ലെവന്റെക്കെതിരെ 3-0 ജയിച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് ദിവസത്തിന് കയ്യിൽ നിന്ന് പോയ ആ ഒരു ടോപ്പ് ഓഫ് ദി ടേബിൾ പൊസിഷൻ അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ആം വെരി ഹാപ്പി ഫോർ ദം. ഓക്കെ, നമുക്ക് ആ ഒരു ലാ ലീഗ ട്രോഫി അടിക്കാം. വിസ്ക ബാർസ കാറ്റലൂണിയ, ബൈ ബൈ.